കാടിളക്കിയുള്ള നാടിളക്കിയുള്ള വലിയ 25 ദിവസത്തെ പ്രചരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുകയാണ്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് വലിയ കോൺഫിഡൻസോടുകൂടി ഇപ്പോൾ ഓടി നടന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. സ്വരാജ് ഇപ്പോൾ കടകളിൽ ഓരോരുത്തരെയും കാണുകയാണ്. സ്വരാജിന് ഇന്നും വിശ്രമമില്ല, എല്ലാ ആൾക്കാരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ആകുമ്പോൾ പരസ്യ പ്രചരണം ഇല്ലെന്നേ ഉള്ളൂ. പരസ്യ പ്രചരണം മൈക്ക് ഉപയോഗിച്ചുള്ള ശബ്ദായമാനമായ പ്രചരണം ഇല്ലെന്നേ ഉള്ളൂ. ആളുകളെ കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണല്ലോ ഇതിപ്പോ. ഈ മഹാറാണി ജ്വല്ലറി ആയിരുന്നു ആദ്യം. അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവരുമായെല്ലാം നല്ല ബന്ധമുണ്ടായിരുന്നതാണ്. പിന്നീടാണ് ടെക്സ്റ്റൈൽസ് വന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, ഇന്നത്തെ ഒരു ദിവസം ഇവിടെയൊക്കെ വരാമെന്നും ആദ്യം ഉദ്ദേശിച്ചിരുന്നതാണ്. അങ്ങനെ വന്നു വന്നേ ഉള്ളൂ. ഈ ഞാനിങ്ങനെ നമ്മൾ ഓരോ കാൻഡിഡേറ്റിനെയും ശ്രദ്ധിക്കുമല്ലോ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ. സ്വരാജ് വളരെ കൂളും കാമുമാണ്. മാത്രമല്ല ഇന്നലെ അവിടെ മണിക്കൂറുകൾ നീണ്ട പ്രചരണ സമയത്ത് അത് കഴിഞ്ഞ് ഇന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതായിട്ട് കാണുന്നത്. നമ്മളെപ്പോഴും കൂളാണ്, കോൺഫിഡൻസ് ലെവൽ വരുന്നുണ്ട്. അത് നാട് SFI കാലം മുതൽ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ നാട് വലിയ പിന്തുണയാണ് തരുന്നത്. ആ പിന്തുണയുടെ ആത്മവിശ്വാസമാണ് എനിക്ക് മാത്രമല്ല LDF പ്രവർത്തകർക്കാകെ ഉള്ളത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. നാട് പ്രകടിപ്പിക്കുന്ന ഒരു ഐക്യദാർഢ്യത്തിൽ നിന്നുണ്ടാവുന്ന ആത്മവിശ്വാസമാണ്. ഈ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഊന്നൽ നൽകുന്നത് എന്തിനായിരിക്കും? തീർച്ചയായും നിലമ്പൂർ മാത്രമല്ല, എൻ്റെ അഭിപ്രായം എവിടെയായാലും നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അതിൽ ഊന്നിയായിരിക്കണം എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നിലമ്പൂരിന്റെ വികസനം പറയുമ്പോൾ ആദ്യ പരിഗണനയിൽ വരിക സ്വാഭാവികമായും തുടങ്ങിക്കഴിഞ്ഞ ബൈപ്പാസാണ്. അത് പൂർത്തിയാക്കാൻ മറ്റു തടസ്സങ്ങളില്ല. അത് വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, നിലമ്പൂരിന് അനുയോജ്യമായ പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിൽ എൻ്റെ അഭിപ്രായം ആദ്യ പരിഗണന കൊടുക്കേണ്ടത്, വിദഗ്ധന്മാരുമായെല്ലാം നമുക്ക് കൂടിയാലോചിക്കേണ്ടതാണ്, എന്നാലും ആദ്യ പരിഗണന കൊടുക്കേണ്ടത് ടൂറിസമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ലോക ടൂറിസം ഭൂപടത്തിൽ ഒരു ഇടം പിടിക്കാൻ ആവശ്യമായ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നാടാണ് നിലമ്പൂർ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഇതുണ്ട്. നിലമ്പൂരിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്ന കനോലി പ്ലോട്ട്, അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ആഢ്യൻപാറ, അതുപോലെ തന്നെ നെടുങ്കയം, ബംഗ്ലാവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യവും പ്രകൃതി മനോഹാരിതയും ഒക്കെയുള്ള, അതുപോലെ സമൃദ്ധമായ വനം, ഇതെല്ലാം ഉള്ളൊരു പ്രദേശമാണ്. ഇതിനെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു ടൂറിസം സർക്യൂട്ട് നമുക്കുണ്ടാക്കാൻ പറ്റും. അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഇത് ആർക്കും അവഗണിക്കാനാവാത്ത ഒരു വിനോദസഞ്ചാര ഭൂപടത്തിലെ സ്ഥലമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും നിലമ്പൂരിനെ സംബന്ധിച്ച് പ്രായോഗികം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭരണ തുടർച്ച എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നിലമ്പൂരിൽ നിന്ന് 8 മാസത്തേക്ക് ഒരു MLA എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ മാനം ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട്. ഒരുപക്ഷെ സ്വരാജിൻ്റെ കാൻഡിഡേറ്റ്ഷിപ്പിനുമുണ്ട്. ആ നിലയിൽ എങ്ങനെ, എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യം ഈ വിധി നിർണ്ണയത്തിൽ കാണുന്നു എന്നുള്ളതും, മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി, UDF കൂട്ടുകെട്ട് ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാളെ ജനം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ. അല്ല, ഇത് നമ്മുടെ നാട് വലിയ മാറ്റങ്ങളെ നേരിടുകയാണ്, അഭിമുഖീകരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷം കേരളത്തിലുണ്ടായത് സമഗ്രമായ മാറ്റമാണ്. അത് സർവ്വതല സ്പർശിയാണ്, ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ്. ആ മാറ്റങ്ങൾ തുടരണം എന്ന ഒരു ആഗ്രഹം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിൽ രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ പവർ കട്ടില്ല കേരളത്തിൽ. പവർ കട്ട് തിരികെ വരണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. കോൺഗ്രസിന്റെ ഭരണകാലത്ത് പവർ കട്ടായിരുന്നു, ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമായിരുന്നു. കോൺഗ്രസ്സുകാരനായ ഒരാളും ആ കാലം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. ഇത് തുടരണമെന്നേ ആഗ്രഹിക്കുള്ളൂ. ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി, സ്കൂളുകളിലും ആശുപത്രിയിലും വന്ന മാറ്റം. വൈദ്യുതിയുമായി നിലമ്പൂരിലെ UDF കാലത്തിനൊരു വലിയ ബന്ധമുണ്ട്. അതെ, ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെയൊന്നും ആരോപണത്തിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ മാറ്റങ്ങൾ ശക്തിപ്പെടണം എന്ന ആഗ്രഹം നാടിനുണ്ട്. അത് തുടർച്ചയായും ഒരു തുടർ ഭരണത്തിലേക്കാണ് നീങ്ങുക. അതുകൊണ്ടാണ് KPCCയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് 3ാം ഊഴത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത് ഒരു വസ്തുതയാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യം ആ തെരഞ്ഞെടുപ്പിനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് തന്നെയായിരുന്നു. അവരെ ആര് പിന്തുണയ്ക്കുന്നു എന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും UDF ആ പിന്തുണ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മതരാഷ്ട്രവാദം, ജനാധിപത്യത്തിൽ മതരാഷ്ട്രവാദത്തിന് എവിടെയാണ് ഇടം എന്ന ചോദ്യം ഉയരും. ലക്ഷണമൊത്ത വർഗീയ സംഘടനയായി പ്രവർത്തിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന കക്ഷികൾ, അത്തരം കക്ഷികളുടെ പിന്തുണ സ്വീകരിക്കുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു മാത്രം. നിലമ്പൂരിൽ അതിനൊരു പ്രതിരോധം ഉണ്ടാവും. അതായത് ഇത്തരത്തിലൊരു വർഗീയ അജണ്ട വരുമ്പോൾ അതിനെ നിലമ്പൂർ എങ്ങനെ പ്രതിരോധിക്കും? മതനിരപേക്ഷവാദികൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ അംഗീകരിക്കില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്.
താങ്ക് യു സ്വരാജ്. അവസാനവട്ട ഓട്ടത്തിനിടയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. മതനിരപേക്ഷവാദികൾ നിലമ്പൂരിൽ കൃത്യമായി UDFന്റെ ജമായത്ത് ബാന്ധവത്തിന് മറുപടി നൽകുമെന്നുള്ളതാണ് M. സ്വരാജ് പറയുന്നത്. ക്യാമറമാൻ രാജേഷ് വളരിക്കൊണ്ടൊപ്പം നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം 24.